ഇത് റാപ്പ് ചെയ്ത് കഴിക്കാം. നല്ല നൈസായിട്ടുള്ള ലെന്തിൽ റാപ്പ്. അടച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങ് ഷെയ്ക്ക് ചെയ്യണം. ഇതിപ്പോൾ ജോലിക്ക് പോകാനാണെങ്കിൽ ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. എന്നിട്ട് നമ്മൾ കഴിക്കാൻ നേരത്തെ ഷെയ്ക്ക് ചെയ്ത് എടുത്താൽ മതി. ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ലോ കാർബ് റാപ്പ് റെഡി ആയിട്ടുണ്ട്. മെഡിറ്ററേനിയൻ സാലഡാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഹലോ ഗായ്സ്, ഇന്നൊരു സാലഡിന്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ ഇന്ന് ഇപ്പം ഈവനിങ്ങിൽ ഉണ്ടാക്കി ഞാൻ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ ലഞ്ചിന് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു റാപ്പ് പോലെ പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മൈദ കൊണ്ടുള്ള ഈ ചോർത്തിയൊക്കെ വാങ്ങിക്കില്ലേ, അത് ചപ്പാത്തി പോലെ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അതിന് പകരം ഞാനിത് ലെന്തിൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അതായത് റെഡ് ലെന്റിൽ, നമ്മുടെ റോസ് പരിപ്പ് ഇത് 3 മണിക്കൂർ കുതിർത്തതാണ്. അപ്പോൾ അത് മിക്സിയിൽ നന്നായിട്ട് കറക്കി എടുത്തിട്ട് അതിങ്ങനെ ദോശ പോലെ പരത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ സാലഡ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിക്കാം. ഇത് 1 കപ്പ് പരിപ്പ്, അത് ഞാൻ കുതിർത്തു. വന്നപ്പോൾ തന്നെ, ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറായി ഇത് കുതിർന്നു. ഇനി ഇത് മിക്സിയിലിട്ട് അരയ്ക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിച്ചതും ഇടുന്നുണ്ട്. ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ദോശമാവിൻ്റെ പരുവത്തിലാക്കിയിട്ട് നമുക്കിവിടെ പരത്തി ദോശമാവ് പോലെ ചുട്ടെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടാണ് ഈ സാലഡ് ഉണ്ടാക്കുന്നത്. അതിന് ബ്ലാക്ക് ബീൻസ് ഉണ്ട്, പിന്നെ പർപ്പിൾ ക്യാബേജ്, പിന്നെ ലെറ്റസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഈ ബദാമും വാൾനട്ടും ഇന്നലെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കട്ട് ചെയ്തിടണം. പിന്നെ നമ്മുടെ മല്ലിയില അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കുന്നത്. ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. ഇതിനു വേണ്ടി നമ്മൾ ഡ്രസ്സിങ്ങിന് വേണ്ടി എടുക്കുന്നത് ഗ്രീക്ക് യോഗേർട്ടാണ്. പിന്നെ ഒലിവ് ഓയിലും ആപ്പിൾ സൈഡർ വിനീഗറും കുരുമുളക് പൊടിയും ഒക്കെ ഇടും. അപ്പം ആദ്യമേ തന്നെ ഞാൻ ഇതൊന്ന് മിക്സിയിലൊന്ന് ശരിക്കും അടിച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെ ദോശമാവിൻ്റെ പരുവത്തിലാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിച്ചത്, ഞാനിങ്ങനെ ഫ്ലാക്സ് സീഡ് പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും. പൊടിച്ചത് നമുക്ക് സാലഡിലോ ഒക്കെ ഇടാൻ നല്ലതാണ്. ഇത് ഒമേഗ 3 ഒമേഗ 6 എല്ലാം ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണല്ലോ ഈ ഫ്ലാക്സ് സീഡ്. അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതും കൂടെ ഇട്ടിട്ട് അങ്ങ് പൊടിച്ചെടുക്കുവാണ്, അല്ല ഇത് അരച്ചെടുക്കുവാണ്. എന്നിട്ട് വേണം നമുക്ക് ദോശമാവ് പോലെ ഇത് ചുട്ടെടുക്കാൻ. ഞാനിപ്പം 2 മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പം മുട്ടയും വേണം ഇതിനു വേണ്ടി. അപ്പം മുട്ടയുടെ എഗ് വൈറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കണം, മയണൈസിന്റെ രൂപത്തിലുള്ളത്. അപ്പം ഞാൻ നമ്മുടെ ദോശമാവ് പോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ലെന്റിൽ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റാപ്പിന് വേണ്ടി ദോശ പോലെ ചുട്ടെടുക്കണം. പിന്നെ ഞാൻ ആ ബദാം തൊണ്ടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തു, വാൾനട്ട് കട്ട് ചെയ്തു, മല്ലിയില, പിന്നെ മുട്ട പുഴുങ്ങി. ഇനി എഗ് വൈറ്റ് എടുത്തിട്ട് നമുക്ക് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കണം. എഗ് യോക്ക് നമ്മൾ സാലഡിൽ ഇടുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞ് കൊണ്ടുവരട്ടെ. ഇതാണ് നമ്മുടെ സാലഡ് ഡ്രസ്സിങ്ങിനുള്ളത്. 2 എഗ് വൈറ്റ്, 1 ടേബിൾ സ്പൂൺ യോഗട്ട്, 1 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയില്, 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ, പിന്നെ 1 നുള്ളു ഉപ്പ്. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഇത് നമ്മുടെ മയണൈസിന്റെ രൂപത്തിൽ വരും. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ്. നമ്മൾ എഗ് വൈറ്റ് പച്ചക്കല്ല, നമ്മൾ ബോയിൽഡ് എഗ് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാലഡിന് നല്ല പ്രോട്ടീനും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി നമുക്ക് നമ്മുടെ
റാപ്പുകൾ ചുട്ടെടുക്കണം. എന്നിട്ട് വേണം സാലഡ് മിക്സ് ചെയ്തിട്ട് അതിൽ റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുക. അതേ നമ്മുടെ റെഡ് ലെൻറ്റിലിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനത് ദോശ പോലെ ചുട്ടെടുക്കാൻ പോവാം. കണ്ടോ, നമ്മുടെ ലെൻറ്റിൽ റാപ്പ് റെഡിയായി. ഞാനതൊന്ന് മറിച്ചിടാം. ഇത് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാട്ടോ ചുടാമോളൂ. മറ്റേ പാത്രത്തിലാണെങ്കിൽ ഒത്തിരി ഓയിൽ വേണ്ടി വരും. ഇത് കണ്ടോ, ഈ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നല്ലൊരു റാപ്പായി. ഇത് നമുക്ക് നമ്മുടെ സാലഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് റോൾ ചെയ്യാം. അപ്പം ഞാൻ ഈ റാപ്പുകളൊന്ന് ചുട്ടെടുക്കട്ടെ. ഒപ്പം എല്ലാം റെഡിയായത് നല്ല നൈസായിട്ടുള്ള ലെൻറ്റിൽ റാപ്പ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സാലഡ് വെച്ചിട്ട് റോൾ ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ സാലഡിന് ഇതിന് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും ഒരു ഹാഫ് ലൈം ജ്യൂസ് എടുക്കുകയാണ് അതിൽ. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് ഒലിവ് ഓയിൽ. ഇത്രയൊന്ന് മിക്സ് ചെയ്യണം. അപ്പം അത് റെഡിയായി. ഇനി ഞാൻ ഈ ഗ്ലാസിൻ്റെ ജാറിലേക്ക് എല്ലാം ഇടുവാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് ബീൻസ് ഇട്ടു. പിന്നെ ഈ വാൾനട്ട് 1 ടേബിൾ സ്പൂൺ, പർപ്പിൾ ക്യാബേജ് അതൊരു 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ബദാം കുതിർത്തത് അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മുടെ ലെറ്റസ് അത് 2 ടേബിൾ സ്പൂൺ. ഇട്ടു. കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിയില ഈ നാരങ്ങാ നീരിൽ കുതിർത്തി വെച്ചേക്കണം അതിട്ടു. കുറച്ച് ജ്യൂസ് ഒഴിച്ചു. പിന്നെ നമ്മുടെ എഗ് യോക്ക് അത് പകുതി ഇട്ടു. 2 എഗ്ഗിൻ്റെ യോക്കായിരുന്നു. പിന്നെ ഇടാനുള്ളത് നമ്മുടെ മയണൈസാണ്. അത് ഒരു 2 ടീസ്പൂൺ ഇട്ടു. അതിനുശേഷം ഇതിങ്ങനെ അടച്ചതിന് ശേഷം ഇത് നന്നായിട്ടങ്ങ് ഷെയ്ക്ക് ചെയ്യണം. ഇതിപ്പോൾ ജോലിക്ക് പോകാനാണെങ്കിൽ ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. എന്നിട്ട് നമ്മൾ കഴിക്കാൻ നേരത്തെ ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഇത് ഷെയ്ക്ക് ചെയ്തിട്ട് അതിൽ റോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ അത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വരും. കണ്ടോ, ഇപ്പം നമ്മുടെ സാലഡ് നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഈ ലെൻറ്റിൽ റാപ്പ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ മയണൈസ് തേക്കണം. മയണൈസ് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഷേക്ക് ചെയ്ത് വെച്ചേക്കണ സാലഡ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് റാപ്പ് ചെയ്ത് കഴിക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി മയണൈസ് ആൻഡ് ഹെൽത്തി റാപ്പ് സാലഡ്, മെഡിറ്ററേനിയൻ സാലഡ്. ഞാനിത് കഴിക്കുവാണേ.
നല്ലതാ. നമ്മുടെ മയണൈസും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ആയാലും ഡിന്നർ ആയാലും വെരി ഹെൽത്തിയാണ്. ലോ കാർബാണ്, പ്രോട്ടീൻ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള സാധനമാണല്ലോ ഈ റോസ് പരിപ്പൊക്കെ. അപ്പോൾ നമുക്ക് ഓടിപ്പോയി കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ഫ്ലാക്സ് സീഡ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ ഹെൽത്തി സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.